നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴക്കുഴിയെടുക്കവേ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച കുടത്തിൽ നിധി. സ്വർണവും വെള്ളിയും മുത്തുകളും കണ്ടെത്തി. കണ്ണൂർ ചെങ്ങളായിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിധിയെന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ലഭിച്ചു. പരിപ്പായി ഗവൺമെന്റ് LP സ്കൂളിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്കാണ് ആഭരണങ്ങളും നാണയങ്ങളും അടങ്ങുന്ന കുടം ലഭിച്ചത്. 17 മുത്തുമണികൾ, 13 സ്വർണ്ണപ്പതക്കങ്ങൾ, കാശിമാലയുടെ 4 പതക്കങ്ങൾ, 1 സെറ്റ് കമ്മൽ, വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ഈ കുടത്തിലുണ്ടായിരുന്നത്. മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കവേ ആദ്യം ബോംബാണെന്നാണ് തൊഴിലാളികൾ കരുതിയത്. ലഭിച്ച വസ്തുക്കൾ അടങ്ങിയ കുടം തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. ഇവ സ്വർണം പൂശിയതാണോ എന്നും സംശയിക്കുന്നുണ്ട്. തൃശൂരിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ്. പലിശ വാഗ്ദാനം ചെയ്ത് തട്ടിയത് 10 കോടിയിലധികം. തൃശൂരിൽ പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. 12% പലിശ വാഗ്ദാനം ചെയ്ത് പ്രവാസികളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചു എന്നാണ് പരാതി. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മുതലുമില്ല, പലിശയുമില്ലെന്ന് നിക്ഷേപകർ പറയുന്നു. 1 ലക്ഷം മുതൽ 35 ലക്ഷം വരെ നഷ്ടപ്പെട്ടവരുണ്ട്. 100 പേരിൽ നിന്നായി 10 കോടിയാണ് തട്ടിപ്പ് നടത്തിയത്. പോലീസിൽ പരാതി നൽകിയിട്ടും കമ്പനി ഉടമകളെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. കമ്പനിയുടെ ഓഫീസുകൾ പൂട്ടിയതോടെ പെരുവഴിയിലായ അവസ്ഥയിലാണ് നിക്ഷേപകർ. എങ്ങണ്ടിയൂർ ആസ്ഥാനമാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ട്രാൻസ്ഫർ ഒഴിവാക്കാനായി കോൺസ്റ്റബിളിൽ നിന്നും കൈക്കൂലി. SIയെ അറസ്റ്റ് ചെയ്തു. സ്ഥലം മാറ്റം ഒഴിവാക്കാൻ സഹപ്രവർത്തകനിൽ നിന്ന് കൈക്കൂലി ചോദിച്ച SIയെ അറസ്റ്റ് ചെയ്ത് ലോകായുക്ത. കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ് കൊണാജെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാരിസാണ് അറസ്റ്റിലായത്. ട്രാൻസ്ഫർ ഒഴിവാക്കാനായി സഹപ്രവർത്തകനിൽ നിന്നും 18,000 രൂപ കൈക്കൂലി വാങ്ങവെയാണ് മുഹമ്മദ് ഹാരിസിനെ ലോകായുക്ത അറസ്റ്റ് ചെയ്തത്. കോൺസ്റ്റബിൾ അനിലിന്റെ പരാതിയിലാണ് അറസ്റ്റ്. അനിലിന് അടുത്തിടെ മറ്റൊരു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയിരുന്നു. ഈ ട്രാൻസ്ഫർ ഒഴിവാക്കി തരാമെന്നും നിലവിൽ ജോലി ചെയ്യുന്ന കൊണാജെ ഓഫീസിൽ തന്നെ തുടരാൻ പണം നൽകണമെന്ന് SI ആവശ്യപ്പെടുകയായിരുന്നു. മാസം 6,000 രൂപ വീതം തനിക്ക് കൈക്കൂലിയായി നൽകണമെന്നായിരുന്നു ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് ആവശ്യപ്പെട്ടത്. പണം നൽകാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞതോടെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ അനിൽ രഹസ്യമായി ലോകായുക്തയ്ക്ക് പരാതി നൽകുകയായിരുന്നു. നടി അപർണ വിസ്താരെ അന്തരിച്ചു. നടിയും അവതാരികയുമായ അപർണ വിസ്താരെ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ബംഗളൂരുവിലായിരുന്നു അന്ത്യം. ശ്വാസകോശ അർബുദത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1984 പുറത്തിറങ്ങിയ പുട്ടണ്ണ കനകലിന്റെ മസനദ ഹൂവിലൂടെയാണ് സിനിമാ നടിയായി ശ്രദ്ധ നേടിയത്. 1993 ആകാശവാണിയിൽ റേഡിയോ ജോക്കിയായി കരിയർ ആരംഭിച്ചു. ചുരുക്കകാലം കൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞ അപർണ ARFM റെയിൻബോയുടെ ആദ്യ അവതാരികയായിരുന്നു. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതിന് പിന്നാലെ CPI നേതാവ് പ്രകാശ് ബാബുവിന് വീണ്ടും കടുംവെട്ട്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് പ്രകാശ് ബാബുവിന് പകരം കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയെ. അതേസമയം സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് CPI നേതൃത്വത്തിന്റെ വിശദീകരണം. കാനത്തിന് ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം പ്രകാശ് ബാബുവിന് നഷ്ടപ്പെട്ടതും കപ്പിനും ചുണ്ടിനുമിടയിലാണ്. ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജയെ എടുത്തത് സ്വാഭാവികമായ നടപടിയെന്നാണ് CPIയുടെ വിശദീകരണം. പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതല്ലെന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലാണെന്നുമാണ് നേതൃത്വം പറയുന്നത്. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറിയതോടെ ആ ഒഴിവിലേക്ക് ദേശീയ തലത്തിൽ നിന്നും ആനി രാജയെ ഉൾപ്പെടുത്തി. സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും വിശദീകരിച്ചു. PSC അംഗത്വത്തിന് കോഴ. പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. PSC കോഴ ആരോപണത്തിൽ കടുത്ത നടപടിയുമായി CPM. ആരോപണ വിധേയനായ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. CPM ജില്ലാ കമ്മിറ്റിയാണ് കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്. ചെറുപുഴയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം.
കണ്ണൂർ ചെറുപുഴയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു. ഇരിട്ടി ചരൽ സ്വദേശിയായ റെറ്റീഷ് മാത്യുവാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർജുനും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 8:30 അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് തകർന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കനത്ത നാശം വിതച്ച് അതിശക്ത മഴ. കെട്ടിടം നിലംപൊത്തി. വയനാട്ടിലും വ്യാപക നാശം. ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതയ്ക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. നാദാപുരത്ത് ആളൊഴിഞ്ഞ കെട്ടിടം രാവിലെ 9 മണിയോടെ നിലംപൊത്തി. ആൾപ്പെരുമാറ്റം കുറഞ്ഞ നേരമായതിനാൽ സ്ഥലത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വടകര മീത്തലങ്ങാടിയിൽ കുന്നിടിഞ്ഞതോടെ സമീപത്തെ വീടുകൾ ഭീഷണിയിലായി. മടപ്പള്ളി മാച്ചിനാരിയിൽ ദേശീയപാതയുടെ മതിൽ ഇടിഞ്ഞു. സോയിൽ സെയിലിംഗ് നടത്തിയ ഭാഗമാണ് മഴയിൽ കുതിർന്നു വീണത്. നിലവിൽ ദേശീയപാതയ്ക്ക് ഭീഷണിയില്ല. 24 മണിക്കൂറിനിടെ 66 മില്ലിമീറ്റർ ശരാശരി മഴയാണ് ജില്ലയിൽ പെയ്തത്. ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലും വലിയ നാശമാണ് കനത്ത മഴയിൽ സംഭവിച്ചത്. ശക്തമായ മഴയിൽ പിണങ്ങോട് റോഡ് തകർന്നു. പുഴയ്ക്കലിൽ എടത്തറക്കടവ് പുഴയോട് ചേർന്നുള്ള 25 മീറ്ററോളം ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഇതോടെ സമീപത്തുള്ള 6 വീടുകൾ അപകട ഭീഷണിയിലായി. മഴയിൽ വെണ്ണിയോട് 2 കിണറുകളും ഇടിഞ്ഞു താഴ്ന്നു. ചൊവ്വാഴ്ച വരെ വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ ജിഷ വധക്കേസ്. വധശിക്ഷയ്ക്കെതിരെ അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയിൽ. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥി ജിഷയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയിൽ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകി. വധശിക്ഷയുടെ ഭരണഘടനാ സാധുതയും കൂടി ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. കേസിൽ താൻ നിരപരാധിയാണെന്നും ഇത് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ കയ്യിലുണ്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അഭിഭാഷകരായ സതീഷ് മോഹൻ, സുഭാഷ് ചന്ദ്രൻ, ശ്രീറാം പറക്കാട് എന്നിവരാണ് അമീറുലിനു വേണ്ടി ഹർജി സമർപ്പിച്ചത്. ജോയിയെ കണ്ടെത്താനായി NDRFന്റെയും നേവിയുടെയും സഹായം തേടി ജില്ലാ കളക്ടർ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമിയഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ തിരച്ചിലിനായി NDRFന്റെയും നേവിയുടെയും സഹായം തേടി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്. നിലവിൽ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലാണ് റോബോട്ട് ഉപയോഗിച്ച് പരിശോധന നടക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കളക്ടർ NDRFന്റെയും നേവിയുടെയും സഹായം തേടിയത്.